ബഹുമാന്യരെ, ഇന്നിവിടെ നമ്മൾ കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്നത് സ്വന്തം ആവശ്യങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതുതലമുറയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലും വളരെയേറെ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് ചുറ്റും കാണാം. അതിലേറെ വേദനാജനകമായ ഒരു കാര്യം, നമ്മളാരും തന്നെ ഇവരെ കാണുന്നില്ല അഥവാ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ചുറ്റുപാടിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ രണ്ട് കൊച്ചുകുട്ടികളുടെ നന്മ നമ്മളിലേക്ക് പ്രചോദനമാകേണ്ടത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ഈ കൊച്ചുകുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. അപ്പു എവിടെ? അപ്പൂന് എന്താ പറയാനുള്ളത്? മോൻ രണ്ട് വാക്ക് പറയും. പേടിക്കണ്ട, പറഞ്ഞോ മോനെ. എനിക്ക് വരുന്നു അപ്പാ. പാട്ട്
എന്തിനാ ചേച്ചി മീൻ ചേച്ചി എന്നും ആ ചേട്ടൻ്റെ അടുത്തേക്ക് പോന്നെ? അതോ, ആ ചേട്ടന് മിഠായി കൊടുക്കാൻ പോകുന്നതാ. ആ ചേട്ടനൊരു പാവമാ. മീനു ചേച്ചിക്ക് ആ ചേട്ടനെ വലിയ ഇഷ്ടമാ, എന്റെ അനുക്കുട്ടിയെ പോലെ. വാ, നമുക്ക് നടക്കാം. അപ്പോ ആഹാ, നീ വരയ്ക്കുവോ? എവിടെ നോക്കട്ടെ. ഇത് ഞങ്ങളുടെ സ്കൂളാണല്ലോ. കൊള്ളാലോ അപ്പു. മീനു, വേഗം വാ. ഞാൻ പോട്ടെ അപ്പു. അമ്മേ, എന്താ മോളെ? ഞാനേ എന്റെ കളർ ബോക്സ് അപ്പൂന് റിൻസിക്ക് ഒന്ന് കൊടുത്തോട്ടെ. പിന്നെ ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം അമ്മേ. ആ, കേട്ടു. എങ്ങനെയുണ്ടായിരുന്നടി ഇന്നത്തെ ക്രിസ്മസ് പരിപാടി? സൂപ്പർ ആയിരുന്നു. പശു പശു ഞങ്ങളുടെ സ്റ്റാറും പാട്ട് സൂപ്പർ ആയിരുന്നു. ഡാ ഒന്ന് നിക്കുവോ? ഞാനേ ഇപ്പൊ വരാം. നീ എവിടെ പോവാ? ഓ, ആ ഞൊണ്ടിക്ക് മുട്ടായി എടുക്കാൻ പോവായിരിക്കും. പോടാ, ഞൊണ്ടീന്നൊന്നും വിളിക്കാതെ. നീ വന്നേക്ക്, ഞങ്ങൾ അങ്ങോട്ട് നടക്കുക. അപ്പു, ഇത് അപ്പൂനാ, എന്റെ വക ഒരു സമ്മാനം. നീ നന്നായി പടം വരയ്ക്കുമല്ലോ. ഇത് വെച്ച് നീ കൊറേ നല്ല പടം വരയ്ക്കണം കേട്ടോ. സമ്മാനം കിട്ടിയിട്ട് നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തെ? എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. പിന്നെന്താ ഒരു സങ്കടം? ഒന്നുമില്ല. നീ കരയുവാണോ? എന്താ, എന്തു പറ്റി? എന്നോട് പറയപ്പോ. ഇന്ന് ലോട്ടറി ഒന്നുപോലും വിറ്റില്ല. മുതലാളിക്ക് പൈസ കൊടുക്കണം. പിന്നെ അമ്മയുടെ മരുന്നൊക്കെ തീർന്നിരിക്കുക, അതും വാങ്ങണം. അമ്മയ്ക്കെന്തു പറ്റി? അമ്മ 2 വർഷമായി കിടപ്പിലാണ്. അപ്പോ നിന്റെ വീട്ടിൽ വേറെ ആരും? പ്രായമായ മുത്തശ്ശി ഞാനും മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക്. മീനു, നീ ഇവിടെ നിൽക്കുന്നേ ഉള്ളോ? എത്ര നേരമായി നിന്നെ നോക്കിയിരിക്കുന്നു? വാ, പോകാം.
മോളെ ഇതാ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, കുടിക്കണേ. മീനു, നീ കേട്ടില്ലയോ? അമ്മേ, ഇപ്പൊ എന്റെ വഞ്ചിയിൽ എത്ര രൂപ കാണും? എനിക്കെങ്ങനെ അറിയാം? നീയല്ലേ പൈസ ഇടുന്നത്. ചേച്ചി, നിന്നെ ഞാൻ എവിടെല്ലാം നോക്കി. ഞാനും ചേച്ചിയെ നോക്കി നടക്കുമായിരുന്നു. ഇതെന്തിനാ എനിക്ക്? ഇത് നീ വെച്ചോ. ഇത് വെച്ച് നീ നിന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കൊടുക്ക്. വേണ്ട ചേച്ചി, ഇതെനിക്ക് വേണ്ട. അതെന്താ അപ്പു? ഞാനല്ലേ തരുന്നത്. ഇത് നീ എടുത്തോ. വേണ്ട ചേച്ചി, അർഹതയില്ലാത്ത പണം വാങ്ങരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ. ആഹാ, എന്താ എല്ലാരും കൂടി ഈ നേരത്ത്? ക്രിസ്മസ് ആയിട്ട് കോൾ അടിച്ചല്ലോ. ലോട്ടറി അല്ലേ അടിച്ചേക്കുന്നേ? ലോട്ടറിയോ? ആർക്ക്? അതിന് ഇവിടെ ആരും ലോട്ടറി എടുക്കാറില്ലല്ലോ. ആ ജംഗ്ഷൻ ചെന്നപ്പോഴല്ലേ കാര്യം അറിഞ്ഞത്. ചെന്നന്വേഷിച്ചപ്പോ സത്യമാ, ഇവിടുത്തെ മോള് കഴിഞ്ഞ ദിവസം 2 ലോട്ടറി വാങ്ങിയിരുന്നു. അതിലൊരെണ്ണം അടിച്ചത്. അല്ലേ? മോളെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്. മോളെ മീനു, ഒന്നിങ്ങി വന്നേ. എന്താ അമ്മേ? നീ ലോട്ടറി വല്ലോ വാങ്ങിയിരുന്നോ? ഞാനോ? ഇല്ലല്ലോ. മീനു, നീ ആ കഴിഞ്ഞ ദിവസം ഞൊണ്ടിച്ചെറുക്കൻ്റെ കുറച്ച് ലോട്ടറി വാങ്ങിച്ചില്ലേ? അതിന്റെ കാര്യം അമ്മ പറഞ്ഞത്. അതിലൊന്നിനാ 1ാം സമ്മാനം. അത് മീനുന്റെയാ. ആ അമ്മേ, ഞാൻ വാങ്ങി. പക്ഷെ ഞാനത് എങ്കിൽ ഈ പൈസക്ക് നീ എനിക്ക് ലോട്ടറി തന്നേക്ക്. ഞാൻ പൊയ്ക്കോട്ടെ? ചേച്ചി, ഒന്ന് നിന്നേ. ഇതെന്റെ മോതിരമാ. ഇതെങ്ങനെ നിന്റെ കയ്യില്? ഇന്നലെ എനിക്ക് തന്ന കളർ ബോക്സിൽ ഇരുന്നതാ ഇത്. മോളി എന്തായാലും നന്നായി. പക്ഷെ അച്ഛനോട് പറഞ്ഞ് ചെലയിപ്പിക്കണം. അതെ. അപ്പുവിന്റെ മാനസികാവസ്ഥ നമുക്കിപ്പോൾ അറിയാം.
അപ്പു വളരെയധികം സന്തോഷത്തിലാണ്. എന്നാൽ അപ്പുവിനെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്നത് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായി മാറിയ മീനുവിന് ലഭിച്ച ലോട്ടറി തുക മുഴുവനും അപ്പുവിന്റെ കുടുംബത്തിനായി നൽകുവാൻ മീനുവും കുടുംബവും തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിലുപരി നമ്മളെയും അപ്പുവിനെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്നത് നാളെ മുതൽ അപ്പു നമ്മളുടെ കുട്ടികൾക്കൊപ്പം സ്കൂളിന്റെ പടവുകൾ വീണ്ടും കയറുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ അപ്പുവിന്റെ അമ്മയുടെ മുഴുവൻ ചികിത്സാ ചെലവുകളും നമ്മുടെ കൂട്ടായ്മയായ സൗഹൃദ ക്ലബ് ഏറ്റെടുത്തതായി അഭിമാനപൂർവ്വം എല്ലാവരെയും അറിയിക്കട്ടെ. ഈ സ്നേഹോപകാരം കൈമാറുന്നതിനായി മീനുവിനെയും കുടുംബത്തെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അറിവിന്റെ ജാലകപ്പടവുകൾ കയറുവാൻ കൈകോർത്തു ബാല്യങ്ങളെ അങ്കണത്തിൽ ആരോ കഴിച്ചൊരു ജീവിതത്താളുകൾ ഈണം പകർന്നു നിറച്ചാർത്തേകി ആർദ്രമാം സ്നേഹത്തിനാഴങ്ങളിൽ മൃദു മർമരം നീങ്ങി അറിയുന്നുവോ കാലം ഈ മുഖം മായാത്തൊരോർമ്മയായി മൗനമായി മായാത്തൊരോർമ്മയായി മൗനമായി. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കളർ പെൻസിൽ ഉപയോഗിച്ചിട്ടില്ലാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ മറ്റൊരാളിന്റെ ജീവിതത്തിലെ നിറങ്ങൾക്കായി ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി നമ്മളിൽ എത്ര പേരുണ്ട്.